രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾക്ക് ഭൂമി വിട്ടു നൽകുമെന്ന മുൻ നിലപാട് മാറ്റി അയൽവാസിയായ വസന്ത. ഗുണ്ടായിസം കാണിച്ചവർക്ക് ഭൂമി നൽകില്ല. രാജൻ അവകാശവാദം ഉന്നയിച്ച വസ്തു തന്റെ സ്വന്തമാണെന്നും നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകുമെന്നും വസന്ത പറഞ്ഞു. നിയമത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വസ്തു എന്നെ ഈ കാണാനുള്ള ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി ഞാൻ ഒരുത്തിയാണ്. അതുകൊണ്ട് സത്യത്തിന് ന്യായത്തിന് നീതിക്കും വില ഉണ്ടോന്ന് മനുഷ്യ കോടതിയിൽ അപ്പീലുണ്ട്, ദൈവ കോടതിയിൽ അപ്പീലുണ്ട്. അത് ഞാൻ പൂർത്തിയാക്കണം. സാറേ അവർക്ക് വിട്ടുകൊടുക്കാൻ ഗുണ്ടായിസം കാട്ടി കയറിയതിനെ വിട്ടുകൊടുക്കാൻ പാവങ്ങൾക്ക് എഴുതി കൊടുക്കാൻ സാർ പറയും. ഞാൻ എഴുതി കൊടുക്കും. ഇവർക്ക് എഴുതി കൊടുക്കണമെന്നില്ല. എന്റെ ഇവിടെ ചെറുത്തന്നെ കൊല്ലണം, അല്ലെങ്കിൽ തൂക്കിയണം. വസന്തയെ പോലീസ് വീട്ടിൽ നിന്ന് മാറ്റി. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ഭൂമി രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾക്ക് വിട്ടു നൽകുമെന്ന നിലപാട് വസന്ത മണിക്കൂറുകൾക്കകം മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ നാട്ടുകാർ വസന്തയുടെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അറസ്റ്റല്ല, പോട്ടെ പോട്ടെ അവര് കുറ്റവാളിയല്ല. അല്ല, മനസ്സിലായി. ക്രമസമാധാന പ്രശ്നമുള്ളതുകൊണ്ടാണോ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നത്? അതെ അതെ, ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ. അത്ര നമ്മൾ തുടർ നടപടികൾ നോക്കാം. ഞങ്ങൾ മേലുദ്യോഗസ്ഥരോട് സംസാരിച്ച ശേഷം തീരുമാനം എടുക്കും. ക്രമസമാധാന പ്രശ്നമുള്ളതിനാലാണ് വസന്തയെ വീട്ടിൽ നിന്ന് മാറ്റുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. വസന്തയെ കസ്റ്റഡിയിലെടുത്തത് എന്താണ് പോലീസ്? ഇവിടുത്തെ ഒരു ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരെ നമ്മൾ എടുത്തത്, അല്ലാതെ അല്ല. ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ നോക്കട്ടെ. അവർക്കെതിരെ മറ്റു പരാതികളൊന്നും നിലവിൽ എനിക്ക് ഇതൊക്കെ ഇല്ല. ഞങ്ങളുടെ ഓഫീസേഴ്സിനും വേറെ പരാതികളൊന്നും ഞങ്ങൾക്ക്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, അവരെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് അറിയാമോ? അതുപോലെ ഇപ്പോൾ നിലവിലത്തെ ഈ രാജന്റെ വീട്ടിലെ സ്ഥിതി എങ്ങനെയാണ്? ഭാര്യ അമ്പിളിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണോ? നിലവിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കാണ് വസന്തയെ മാറ്റിയത്. അവിടെ ഇത്തരത്തിൽ അറസ്റ്റല്ല, താൽക്കാലികമായി സുരക്ഷ കണക്കാക്കി ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ സാഹചര്യം പരിഗണിച്ചാണ് അവരെ മാറ്റിയത്. ഇപ്പോൾ കസ്റ്റഡി മാത്രമാണ്, മറ്റ് ചോദ്യം ചെയ്യലുകളോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത്. കാരണം നിലവിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്, രാജന്റെ കുടുംബാംഗങ്ങൾക്ക് പരാതിയുമുണ്ട്. രാജന്റെ കുടുംബാംഗങ്ങളുടെ പരാതി പ്രകാരം വസന്തയുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള അപേക്ഷയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം നൽകിയത്. എന്തായാലും ആ പരാതി അവിടെ നിൽക്കുമ്പോഴും നിലവിൽ മറ്റ് വകുപ്പുകളൊന്നും ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കാനില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുപോയത് അറസ്റ്റല്ല, അത് താൽക്കാലികമായ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ്. ഒപ്പം വസന്തയുടെ വീടിന് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാം വസന്തയ്ക്ക് എതിരാണ്. നാട്ടുകാർ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഉമേഷ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട്? പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചു. നാട്ടുകാരും ആ ഭാഗത്തുനിന്ന് മാറി. ഇപ്പോൾ ഈ രാജന്റെ വീട്ടിന് മുന്നിൽ മാത്രമാണ് നാട്ടുകാരുള്ളത്. അത് മരണ സംഭവിക്കുകയും തുടർന്ന് സംസ്കാരം ഏകദേശം വൈകിട്ട് 5 മണിയോടെ നടക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരുക്കങ്ങളാണ് നാട്ടുകാരുള്ളത്. അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അല്പം മുൻപ് തിരിച്ചു. ഏകദേശം 5 മണിയോട് കൂടി തന്നെ സംസ്കാരം നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും വസന്തയ്ക്കെതിരെ മറ്റ് നടപടികൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷേ നാട്ടുകാരുടെ നിരവധി പരാതികളുണ്ട്. ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചാണ്. ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാവും. ഇവരുടെ പരാതിയുടെ കഴമ്പ് അന്വേഷിക്കുമായിരിക്കും. മറ്റ് കാര്യങ്ങൾ, ഇവർക്ക് അവിടെ സ്ഥലം, ഭൂമി കൂടുതൽ എങ്ങനെ ലക്ഷം വീട് കോളനിയിൽ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കുട്ടികൾക്ക് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ കുട്ടികളുടെ മറ്റൊരു മൊഴി കഴിഞ്ഞ ദിവസം, അതായത് 22-ാം തീയതി ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടിക്ക് വേണ്ടി പോലീസ് എത്തിയപ്പോൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു നിന്ന രാജൻ ഒഴിച്ചു നിന്നപ്പോൾ വസന്ത നേരിട്ടെത്തി പറഞ്ഞു എന്ന് പറയുന്നത്
ഇപ്പോൾ തന്നെ ഇതാണ് ഏറ്റവും നല്ല അവസരം, നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, ബാക്കി എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കൊള്ളാമെന്ന് വസന്ത പോലീസുകാരോട് വിളിച്ചു പറഞ്ഞതായി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്താനുള്ള തെളിവാകാം. അതായത് ഈ വസന്ത പോലീസുകാരോട് അങ്ങനെ പറഞ്ഞു എന്നാണോ, ഇല്ലെങ്കിൽ ഈ രാജനോടും അമ്പിളിയോടും അങ്ങനെ പറഞ്ഞു എന്നാണോ? പോലീസുകാരോട് അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ തുടർന്നുള്ള എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞതായി ഈ മക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതേ രീതിയിൽ അത്തരത്തിൽ മൊഴി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇവർക്കെതിരെ ചുമത്താവുന്ന തെളിവായി ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും അക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിശോധിക്കില്ല. അതിന് സ്വാഭാവികമായി SP-യുടെ അന്വേഷണ പരിധിയിലായിരിക്കും അക്കാര്യങ്ങളെല്ലാം വരിക. കാരണം വസന്ത ഇതിൽ കുറ്റക്കാരാണെങ്കിൽ അതിന് സമാനമായ അളവിൽ തന്നെ പോലീസും ഇതിൽ കുറ്റക്കാരാണ്. കാരണം പോലീസിന് സമീപനം പാലിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായി കോടതിയിൽ പോലീസുകാർക്കാണ് അവിടെ ഒരു പിഴവ് പറ്റിയതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണല്ലോ. അത് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും SP അന്വേഷിച്ചു വരുമ്പോൾ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചന മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പോലീസ് ഒരു സിവിൽ കേസ് ആവുമ്പോൾ സ്വാഭാവികമായി കീഴ്ക്കോടതി വിധി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പീൽ പോകാനുള്ള സാവകാശം കൊടുക്കാവുന്നതാണ്. ആ അപ്പീൽ പോകാനുള്ള സാവകാശം കൊടുക്കാത്തത് അത് ദൗർഭാഗ്യകരമായി പോയി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെ എന്നുള്ള സൂചന വെച്ചിട്ടായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചത്. സ്വാഭാവികമായ പ്രാഥമികമായി സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരമൊരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇത്തരത്തിൽ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് സർക്കാർ തലത്തിലും പ്രാഥമിക വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം SP നടത്തും. സ്വാഭാവികമായി നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ കയ്യിൽ നിന്ന് ലാമ്പ്, അതായത് രാജന്റെ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇത് തട്ടിപ്പറിച്ചത്, അതായത് തട്ടിയിടുന്നത് കാണിച്ചിരുന്നു. ഇപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ രാജന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരും എത്തും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 4 മണിയോട് കൂടി എത്തുമെന്ന്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരും അതിനുശേഷം പ്രതികരണം ഉണ്ടാകും എന്ന് കരുതാം. പറഞ്ഞു വന്നത് ഇതാണ്, അതായത് രാജന്റെ കയ്യിൽ നിന്ന് ലാമ്പ് തട്ടിയപ്പോൾ അത് തട്ടി മാറ്റാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നാണ് പോലീസ് വെർഷൻ. എങ്കിൽ പോലും അതൊരു അശാസ്ത്രീയമായ രീതിയാണ്. അത്തരത്തിൽ അദ്ദേഹം മുഴുവൻ ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ചു നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ലാമ്പ് തട്ടി മാറ്റാൻ അല്ലെങ്കിൽ തീ തട്ടി മാറ്റാൻ കഴിയില്ല എന്ന് ആണ് പോലീസും അശാസ്ത്രീയമായാണ് അത്തരമൊരു തെറിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ തീ പടരുന്ന രീതിയിലേക്ക് പോയത് എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പ്രാഥമികമായ നടപടി ഉണ്ടാകും. ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്.